ഏകദേശം അന്ന് നമ്മൾ ഒരു 68,000 രൂപന്റെ എക്സ്പെൻസ് വന്നു മൊത്തത്തിൽ വീട്ടിലേക്കുള്ള മൊത്തം. അതെല്ലാം നമ്മുടെ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ആൾക്കാർ. അതെ അതെ, കമ്പി ബാലൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും, നമ്മൾ പെയിന്റ് ചെയ്യാതെ കയറാന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു. അപ്പൊ നമ്മളൊരു 4-5 വർഷമായിട്ട് റെന്റിനാണ് താമസിക്കുന്നത്. ഈ ഹാൻഡ് റെയിൽ മാത്രം ലേബർ വിത്ത് മെറ്റീരിയൽ 10 രൂപ വന്നു. 10 രൂപയ്ക്ക് സ്റ്റെബിലിറ്റി ഇല്ല, കുഴപ്പമില്ല. നമ്മളൊരു 1 ഇഞ്ച് പോരാ എന്നുള്ള. പക്ഷെ ഇതിൽ ആ ക്രോ സൗണ്ട് ഒന്നും ഇല്ല. നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പൈപ്പിന് എത്തണമല്ലോ, അത് ശരിയാട്ടോ. മിക്കയിടത്തും ഒത്തിരി കബോർഡ്സ് നമുക്ക് കാണാം, പക്ഷെ യൂസ് ചെയ്യുന്ന ആൾക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കത്തുമില്ല. യൂട്യൂബിലെ കണ്ടിട്ട് ആളെ ഫൈൻഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളെ പറ്റിയത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്തുള്ള ആളുകളെ പോയി സമീപിച്ചാൽ അവർ വരില്ല. ഫോറിൻ മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ലൈറ്റിനും ചിലപ്പോൾ വാറന്റി കിട്ടിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ഫാൻസി ലൈറ്റിന് കിട്ടില്ല. അതിന്റെ കമ്പിയാണ് അല്ലേ? നമ്മൾ കടൽ ഷോപ്പിൽ പോയി അന്വേഷിച്ചപ്പോൾ 4,500 പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ നിന്നിട്ട് ആശയനെ വിളിച്ചപ്പോൾ സ്ക്വയർ ഫീറ്റ് നമ്മൾ എടുത്തത് 49 രൂപക്കാണ് എടുത്തിട്ടുള്ളത്. നാനോയിറ്റാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം സ്ക്വയർ ഫീറ്റ് 200 രൂപ വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അലൂമിനിയം അല്ലേ? സ്ലൈഡിംഗ് ഡോർ അടക്കം ലേബറും മെറ്റീരിയൽസും ടോട്ടൽ മുഴുവനും കൂടെ. ഓക്കെ, എത്ര ആയി കാണും വീട് ടോട്ടല് വരുവാണെന്നുണ്ടെങ്കിൽ? ടോട്ടല് നമുക്ക് ഏകദേശം വന്നിട്ടുള്ളത്, ബഡ്ജറ്റ് ഇടാത്തോണ്ട് നമുക്ക് ബഡ്ജറ്റിന് മുകളിൽ പോയി എന്ന് പറയേണ്ട കാര്യമില്ല അല്ലേ? നമസ്കാരം, ആർക്കിടെക്ട്സ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ഈ വീട് സഗീറിന്റെയും റഷിദയുടെയും നിലാവുദിച്ച പോലത്തെ ഒരു കുഞ്ഞു വീടാണ്. എത്ര സെന്റിലായിരുന്നു ഈ വീട് നിൽക്കുന്നത്? 6.5 സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത്. 1170 സ്ക്വയർ ഫീറ്റിലാണ് വീട് തീർത്തേക്കുന്നത്. ഒരു എഞ്ചിനീയറിന്റെ കയ്യിൽ നിന്ന് പ്ലാൻ മേടിച്ചിട്ട് വീടിന്റെ ഓണർ തന്നെയാണ് ഈ വീട് നിന്ന് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് സഗീർ തന്നെയാണ്. അപ്പം കോസ്റ്റിൻ്റെ കാര്യവും മെറ്റീരിയൽസിൻ്റെ കാര്യവും ബ്രേക്ക് ഡൗണും ഓരോ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയും. നമുക്ക് പുള്ളിയെടുത്ത് തന്നെ ചോദിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആള് ഇവിടെ നിൽപ്പുണ്ട്, സഗീർ ബ്രോ. നമസ്കാരം. അടുത്ത് തന്നെ വീടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം കാണിക്കുന്നില്ല. ഡയറക്റ്റ് നമ്മളിപ്പം വീടിന്റെ സിറ്റൗട്ടിൽ തന്നെ കയറി നിൽക്കുന്നത്. എങ്ങനെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റ് വീട് വേണം എന്നുള്ള ഒരു പ്ലാന്, മീൻസ് വീടിന്റെ പ്ലാൻ ഒരുപാട് മുന്നേ തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ ആ സിറ്റുവേഷൻ ഇപ്പോഴാണ് റെഡി വന്നത്. പിന്നെ വൈറ്റിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. വീടിന്റെ പ്ലാൻ എനിക്ക് നമ്മളൊരു കൂട്ടുകാരനാണ് എഞ്ചിനീയർ. അപ്പൊ അവൻ പ്ലാൻ നമുക്ക് തന്നതിന് ശേഷം ബാക്കി എക്സിക്യൂഷൻ നമ്മളാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇതിന്റെ ഒരു ഫ്രണ്ട് എലിവേഷൻ നമ്മളൊരു കസിനാണ് വരച്ചത്. അവന് ഇത് ബേസിക്കലി പഠിക്കുന്നുള്ള ആള്. അപ്പൊ അവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരപ്പിച്ചു. ബാക്കി നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ്. ഈ ഒരു കാണുന്ന ഈ പില്ലറില്ല, ഈ 2 പില്ലർ നമ്മളെ ഐഡിയയിൽ ചെയ്തതാണ്. കാരണം ഇവിടെ ഇതേ വലുപ്പത്തിലാണ് ഇവിടെ പില്ലർ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു ഷോവാളിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതും കൂടി നമ്മൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള ഐഡിയയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തതാണ്. ആക്ച്വലി സ്ട്രക്ചറലി പില്ലർ ആ സൈസിൽ സ്ക്വയർ സൈസിൽ വരുന്നുള്ളൂ. നിങ്ങൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് ഈ ഒരു ഷോവാളിന്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തതാണ്. കറന്റ് എത്ര ബെഡ്റൂമിലാണ് ചെയ്തേക്കുന്നത്? 2 ബെഡ്റൂം. 2 ബെഡ്റൂം. പിന്നെ വേണമെങ്കിൽ ഭാവിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ലിവിംഗിൽ നമ്മൾ പാർട്ടീഷൻ കൊടുത്തിട്ടില്ല, ചെറിയൊരു ബോർഡർ വെച്ചിട്ടുള്ളൂ. അപ്പൊ അത് കാരണം അത്യാവശ്യം സ്പേസസ് ആയിട്ട് ഡൈനിങ് ഹാളും ലിവിംഗും തമ്മിൽ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിലേക്കുള്ള എല്ലാ കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് മേടിച്ചു തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിപ്പം ഫോൾ സീലിംഗ് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ സീലിംഗ് അല്ല, ഇത് വാർപ്പ് കട്ട് ചെയ്തിട്ട് സ്ട്രിപ്പ് ഇട്ടതാണ്. ശരി, ഡയറക്ട് സീലിംഗിൽ തന്നെ കൊടുത്തതാണ്. നമ്മളെ കംപ്ലീറ്റ് ലൈറ്റ് സീലിംഗിൽ വാർപ്പിൽ ഇംബിൾഡ് ചെയ്ത് കൊടുത്തതാണ്. നമ്മളൊരു ആശയം നമ്മള് ഇലക്ട്രീഷ്യന്റെ അടുത്ത് പറഞ്ഞു, അവര് പ്ലാൻ ചെയ്തു സെറ്റ് ചെയ്ത് തന്നു. പിന്നെ നമ്മളെ വീടിന്റെ മൊത്തത്തിലുള്ള കംപ്ലീറ്റ് വർക്ക് നമ്മൾ ഓരോ സെക്ഷന് ഓരോരുത്തർക്ക് കരാർ കൊടുത്തതാണ്. അതായത് തറ ഒരു ടീമിന് കൊടുത്തു, അതിന് ശേഷമുള്ള പടവ് വേറെ ടീമിന്, മീൻസ് സ്ട്രക്ചർ വർക്ക് ഒരു ടീമിന് കൊടുത്തു, വയറിംഗ് സെക്ഷനും പ്ലംബിങ്ങും വേറെ ടീമിന്. അങ്ങനെ നമ്മൾ പണിയെടുപ്പിക്കുന്ന കാരണം, എഞ്ചിനീയർ ഇല്ലാത്ത കാരണം നമ്മൾ തന്നെ ഓരോ പണിക്കാരെ വെച്ചിട്ട് ഓരോന്നോരോന്ന് നമ്മളെ അടുത്തുനിന്നുള്ള ആളുകൾ. അതിലും ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കും പ്ലംബിങ്ങും നമുക്ക് നിയറസ്റ്റ് ഉള്ള പണിക്കാരെ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും വൃത്തി. ഇപ്പോൾ മെയിൻ്റെനൻസ് വരുന്ന സംഭവമാണ് ഈ 2 സംഭവങ്ങൾ. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ആളെ ഫൈൻഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളെ പറ്റിയത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്തുള്ള ആളുകളെ പോയി സമീപിച്ചാൽ അവർ വരില്ല. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നോക്കിയത്. മെയിൻ്റെനൻസിന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. അപ്പൊ ഈ പ്രൊഫഷൻ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ആണ് അല്ലേ? ആ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് ഈ പ്ലാന്റർ ബോക്സ് പോലത്തെ ഒരു സംഭവമൊക്കെ ആയാലും സഗീർ തന്നെ. നമുക്ക് ഒരു 3D നമ്മള് കസിൻ ചെയ്ത് തന്നപ്പോ നമ്മളിങ്ങനെ ഒരു ആശയം പറഞ്ഞിരുന്നു. അപ്പൊ അവരൊരു വർക്ക് ചെയ്ത സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ അതിൽ തന്നിരുന്നു. ബാക്കി നമ്മളാണ് ഇതിന്റെ സ്പേസും വലുപ്പം കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ ചെയ്ത് സെറ്റ്
തീരുമാനിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് സിറ്റ് ഔട്ട്. പിന്നെ ഈ വെള്ളയുടെ ഒരു ഭയങ്കര ഒരു ബ്യൂട്ടി ഉണ്ട്. ഇവിടത്തേക്ക് മണ്ണ് കൂടുതലും ചെങ്കല്ല് രീതിയിലുള്ള ഒരു മണ്ണ്. പണി നടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവും. അപ്പം ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം. കുഴപ്പമുണ്ടാവില്ല. നമുക്ക് മുറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അതെ റെഡിയാവും, കുറെ കൂടിയൊക്കെ റെഡിയാവും. അപ്പം ഫ്ലോറും എല്ലാം വെള്ളം തന്നെ വേണമെന്നുള്ളത് പേടിയൊക്കെ തോന്നിയോ? ഇത് വൈറ്റ് ആയതുകൊണ്ട് വീട്ടുകാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചുമരും നമുക്ക് പെയിന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുന്ന പെയിന്റ് ആണ്. ടൈലില് നമ്മൾ അപ്പോക്സി വരെ വൈറ്റ് ആണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആയിരുന്നു ആദ്യം പ്ലാനിങ്, പിന്നെ അത് വൈറ്റ് ആക്കി. അപ്പൊ മുടി നന്നായിട്ട് കാണുന്നുണ്ട്. എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതെ 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 വില്ലനായിട്ടുണ്ട്. അതെ അതെ അത് പിന്നെ കുട്ടികൾ അതെ, ചെറിയ കുട്ടികൾ. വീട്ടിൽ എനിക്കൊരു ചെറിയ 2 വയസ്സായ മോനുണ്ട്. അപ്പൊ അവൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് കലാപരിപാടികൾ അവരുടെ ആർട്ട് വർക്ക് ഒക്കെ വേണമെങ്കിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി. നമ്മൾ കംപ്ലീറ്റ് ഇട്ടിട്ടുള്ളത് ടൈലാണ്. ഈ സ്റ്റെപ്പിൽ മാത്രമാണ് നമ്മൾ മാറ്റ് ബാക്കിയൊക്കെ ഗ്ലോസിയാണ്. അതെ, ഗ്ലോസി. ഇത് 120/60 ഗ്ലോസിയാണ് ഇട്ടേക്കുന്നത് അല്ലേ? ഇത് വന്നിട്ട് അതേ ഒരു ഇത് ഏതിന്റെയാണ് ഇത്? ഈ ടൈല് ഫ്ലോർ ടൈല് നമ്മൾ എടുത്തിട്ടുള്ളത് സിൽവാന്റെ അവരുടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അസർവ എന്ന് പറഞ്ഞിട്ടുള്ള 2-4 ടൈലാണ്. സ്ക്വയർ ഫീറ്റ് നമ്മൾ എടുത്തത് 49 രൂപക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലോസി എടുത്തിട്ടുള്ളത്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം ഒലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴുതാനൊക്കെ ചാൻസ് ഉള്ള കാരണം നമ്മൾ അവിടെ മാത്രം മാറ്റ് ചെയ്തു. ബാക്കി കംപ്ലീറ്റ് അതും ഈ ഒരു റേഞ്ച് വരുന്ന ഏകദേശം ഈ റേഞ്ചിൽ തന്നെ വരും. നമ്മളിപ്പോ ഇവിടുത്തെ ജനാലകളും കാര്യങ്ങളും ഒക്കെ എന്താണ്, തടിയിലാണോ? അല്ല, കംപ്ലീറ്റ് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം അന്ന് നമ്മൾ 68,000 രൂപന്റെ എക്സ്പെൻസ് വന്നു മൊത്തത്തിൽ വീട്ടിലേക്കുള്ള മൊത്തം കട്ടിലകൾ, ജനല് കംപ്ലീറ്റ്. ഇത് ഫ്രെയിം മാത്രം. ശരി. അപ്പൊ ഈ മെയിൻ ഡോറിന്റെ ആയാലും സ്റ്റീലിന്റെ തന്നെ. അതെ അതെ അതെ. അപ്പൊ നമ്മൾ അത് ഒരു മേന്മ പറയുമ്പോ എന്താണ്, കോസ്റ്റിലുള്ള ഇതാണോ? കോസ്റ്റില് കുറവുണ്ട്. പിന്നെ നമുക്ക് വിചാരിച്ച സമയത്ത് സാധനം കിട്ടും. അതുപോലെ തന്നെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. അതെ, ഫിനിഷിംഗ് ആണ് ഒരു മെയിൻ ഇത് അല്ലേ? ഇത് പിന്നെ നിങ്ങൾ സ്പ്രേ പെയിന്റ് ചെയ്തതാണ്. സ്പ്രേ പെയിന്റ് ചെയ്തതാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ. അതില് മരം, അതായത് പൊളികള് നമ്മൾ മരമാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മള് മഹാഗണിയിലാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്. ഫ്രണ്ട് ഡോറ്, കോണിക്കുള്ള മേലത്തെ ഡോറ്, കിച്ചണിലെ ബാക്കിലെ ഡോറ്, ഇത് 3 മരം. പിന്നെ കംപ്ലീറ്റ് ജനലുകൾ കംപ്ലീറ്റ് മരമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മെയിൻ ഡോർ ആയാലും ഇതിപ്പോ മഹാഗണി തന്നെ ചെയ്തേക്കുന്നത്. അത് പിന്നെ നമ്മൾ വളരെ ഈ വീടിന്റെ ഇതുപോലെ തന്നെ സ്ട്രേറ്റ് ലൈൻസ് കൊടുത്ത് സിമ്പിൾ ആയിട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അങ്ങനെ ചെയ്തു. എന്തായാലും നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. നമ്മള് പിന്നെയും പറയുന്നത് മുറ്റം ഒന്ന് റെഡി ആയാലേ ഉള്ളൂ അതിന്റെ ഒരു ഔട്ട് കിട്ടുക. അതിന്റെ ഒരു ഔട്ട് കിട്ടുക. ലൈറ്റ് ഇട്ട് ഭയങ്കര രസമാണ് കാണാന് അകത്തായാലും. ഇപ്പൊ ആക്ച്വലി കറണ്ട് പോയിക്കോ അല്ലേ? കറണ്ട് പോയിക്കാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. ഇൻവെർട്ടറും തീരാറായി. നമുക്ക് നോക്കാം എത്രത്തോളം കിട്ടും എന്നുള്ളത്. നമ്മള് ലിവിങ്, ഇതൊരു ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും എല്ലാം കൂടെ ആക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതായാലും സോഫ നമ്മൾ ഇവിടെ കസ്റ്റം ചെയ്ത് ചെയ്യിപ്പിച്ചാണ്. നമ്മൾ സൈസ് കൊടുത്തിട്ട് നമ്മൾ അളവിൽ ചെയ്യിപ്പിച്ചതാണ്. അതെല്ലാം നമ്മുടെ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ആൾക്കാർ. അതെ അതെ. ടീപ്പോയി എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ടീഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് കമ്പി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡിസൈൻ ആക്കിയിട്ട്, പിന്നെ ഇതിന്റെ ടേബിൾ ടോപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലേക്ക് കൗണ്ടർ ടോപ്പ് ചെയ്തിരുന്നു. ടൈല് ബാക്കി വന്നിരുന്നു. അപ്പൊ അത് ഇതിൽ മിക്സ് ചെയ്തു. ശരി. ഇത് പാർട്ടീഷനാണ്. ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് ആരെങ്കിലും ഗസ്റ്റ് ഇരിക്കുന്ന സമയത്ത് കോഫി കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കണമെന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. ആദ്യമേ ഒരു ബഡ്ജറ്റ് ഇട്ടിരുന്നോ? ഞങ്ങൾക്ക് ഇത്ര ഒരു രൂപയ്ക്ക് മതി? പിന്നെ ശരിക്കും പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സ്ട്രെച്ചർ ആക്കിയിട്ട് കയറാം എന്നുള്ളതായിരുന്നു കോൺസെപ്റ്റ്. ബാക്കിയൊക്കെ വഴിയെ എങ്ങനെ എന്താന്ന് പറയില്ല, ദൈവം ഇങ്ങനെ കറക്റ്റ് ടൈമിൽ എത്തിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ പെയിന്റ് ചെയ്യാതെ കയറാന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു. അപ്പൊ നമ്മൾ അതെ, നമ്മളൊരു 4-5 വർഷമായിട്ട് റെന്റിനാണ് താമസിക്കുന്നത്. ബഡ്ജറ്റ് ഇടാത്തോണ്ട് നമുക്ക് ബഡ്ജറ്റിന് മുകളിൽ പോയി എന്ന് പറയേണ്ട കാര്യമില്ല. പ്ലാനില്ല, ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ TV യൂണിറ്റ് ആണ് പ്ലാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതിന് പയ്യെ വരും അല്ലേ? അതെ അതെ. സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു രീതിയിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഇവിടുത്തെ കവച്ചൊക്കെ ഇട്ടേക്കുന്നത്. ഇതൊക്കെ എന്ത് ചെലവായി കാണും ഏകദേശം? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ട്നേഴ്സ് ഗിഫ്റ്റ് ഒന്നാണ്. 21 രൂപയായി അതിന്. 21 രൂപ. കുട്ടികൾക്ക് സ്റ്റഡിക്ക് ഒരു ടേബിൾ വേണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം റൂമിലേക്ക് പബ്ലിക്കലി ഇരുന്നോട്ടെ, അല്ലെങ്കിൽ കാണുന്ന ഏരിയ കിച്ചണിൽ നിന്നൊക്കെ ഉള്ള ഒരു ശ്രദ്ധ. പിന്നെ കുട്ടികൾക്ക് ബുക്ക് വെക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള 2 ഷെൽഫ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ അലുമിനിയം ആണോ? അലുമിനിയം ഫാബ്രിക്കേഷനിലാണ്. നമ്മൾ കംപ്ലീറ്റ് വർക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ടേബിൾ ടോപ്പ് ബാലൻസ് തന്നെയാണ് ഇവിടെ മിക്സ് ചെയ്തിട്ടുള്ളത്. ശരി ശരി. അതേ സാധനം തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളെ വാഷ് ബേസിന്റെ കൗണ്ടർ ടോപ്പായിട്ടും വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ചെയർ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഇവരിപ്പോ ഒരു കുഞ്ഞു ഫാമിലി ആയതുകൊണ്ട് ഒരു ബെഞ്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും പറയാന്നുണ്ടെങ്കിൽ നമ്മളെ പാരപ്പറ്റ് നമ്മൾ കമ്പിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എടുത്തിട്ടില്ല. അപ്പൊ ആ കമ്പി ബാലൻസ് വന്നപ്പോ നമ്മൾ തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു ബെഞ്ച് സെറ്റ് ചെയ്തതാണ്. അതിന്റെ കമ്പിയാണ് അല്ലേ?
ആ ഒരു റെയില് പോയേക്കുന്നതിന്റെ കമ്പ് വെച്ചിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ മരം ഇട്ടു. നമ്മളവിടെ റെക്സിനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ റെക്സിൻ നമ്മൾ കടൽ ഷോപ്പിൽ പോയി അന്വേഷിച്ചപ്പോൾ 4500 പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ നിന്നിട്ട് ആശേരിനെ വിളിച്ചപ്പോൾ ആശേരി പറഞ്ഞ് 1500 പലക ഇട്ടരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പലകാക്കി. അങ്ങനെ മാക്സിമം നമ്മളൊരു കോസ്റ്റ് മാക്സിമം എവിടേക്ക് കുറക്കാൻ പറ്റും അങ്ങനെ രീതിയിൽ കുറച്ചിട്ടുണ്ട്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്ത് പെയിന്റിങ്ങിനെ കൊണ്ട് പെയിന്റും ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമരിന്റെ സൈഡാണ്, പിന്നെ ഇവിടെ ഗ്ലാസ്സും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ചെയറിനെക്കാട്ടി ഒന്നും കൂടി കംഫർട്ട് ഇതായിരിക്കും എന്നുള്ളത്. കാരണം ചെയറാകുമ്പോൾ എണീക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ ചാൻസ് കൂടുതൽ. നമ്മൾ ഭക്ഷണം കഴിച്ച് എണീറ്റ് പോകുന്ന സമയത്ത് ചെയർ മൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം ചുമരിലേക്ക് കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ പിന്നെ ബെഞ്ചിലേക്ക് കൊണ്ടുവന്നത്. മാത്രമല്ല ചെയറിന്റെ ആ ബാക്ക് സപ്പോർട്ട് വെച്ച് ആ ഒരു വിഷൻ മറയ്ക്കണ്ടല്ലോ, മറയും ചെയ്യും. ഇപ്പൊ ഈ ഒരു ഗ്ലാസ് ഏരിയ കാണുന്നത് അടുക്കളയുടെ ഗ്ലാസ് ഏരിയ ആണ് കാണുന്നത്. അതൊരു വലിയൊരു ഇതുണ്ട്. അടുക്കളയിൽ നിന്ന് ഡയറക്റ്റ് അല്ലേ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ലിവിങ്ങിലോട്ടും മെയിൻ ഡോറിന്റെ നേർക്ക് തന്നെയാണ്. മെയിൻ ഡോർ പറഞ്ഞാൽ സിറ്റൗട്ടിൽ വന്നേക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതിലൊരു ആശയം എന്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ചെറിയ ആളായതുകൊണ്ട് കുട്ടീനെ നമുക്ക് കിച്ചണിൽ നിന്നിട്ട് തന്നെ എവിടെ ഉള്ളതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഓരോ വീടുകളിലൊക്കെ കാണുന്ന ഒരു സ്റ്റൈലിൽ തന്നെ ഡൈനിങ്ങിന്റെ സൈഡിൽ തന്നെ വലിയൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെക്ഷന്. എല്ലാ വീഡിയോസും ഞാൻ ഒരുപാട് വീഡിയോസ് പ്രിഫറൻസ് നോക്കിയിരുന്നു കാണാൻ. അപ്പൊ ഇത് ഭയങ്കര ഒരു മനസ്സിലൊരു സന്തോഷമുള്ള ഒരു ഏരിയ ആയിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളത്. ഇതിനും പഴയ ഇപ്പോൾ നമ്മുടെ ഫാമിലി ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അമ്മാമ്മമാർക്കൊക്കെ ഒരു കാണുന്ന സമയത്ത് ഇതൊരു സേഫ് അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരു പേടിയായിരിക്കും. ടഫൺ ഗ്ലാസ് ഇത് ടഫൺ ആണ്. ഇതും നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വേറൊരു ഇവര് കൊടുത്തേക്കുന്ന ഈ ഷിയർ കർട്ടൺ വന്നിട്ട് ഒരു പ്യുവർ വൈറ്റ്, ഒരു ബ്ലൂ കലർന്ന ഒരു വൈറ്റിലും ഇത് വന്നിട്ട് ഒരു വാം ടോൺ ആണ്. ഇത് ഭയങ്കര രസമാണ്. ഇതിനകത്തെ വാം ലൈറ്റും ഇതും എല്ലാം കൂടെ കാണാന് വെളിയിൽ നിന്ന് ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ആക്ച്വലി നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഏകദേശം നമുക്ക് 45,000 രൂപ കർട്ടന്റെ എമൗണ്ട് വന്നിട്ടുണ്ട് മൊത്തം. അതായത് ഈ റോമൻ ബ്ലൈൻസ്, ഈ ക്ലോത്ത്, സീബ്ര എല്ലാം കൂടെ കിച്ചണിലുള്ള കർട്ടൻ കൂട്ടിയിട്ട് 45,000 രൂപ. ഫ്ലോറിംഗ് ഒക്കെ ഏകദേശം എന്ത് ചിലവ് വന്നാണ്? ഫ്ലോറിംഗ് എനിക്ക് തോന്നുന്നത് ടൈൽ ഏകദേശം 180 ആ റേഞ്ചിൽ. ടൈലിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോക്സി പിന്നെ അതുപോലെ തന്നെ പശ കംപ്ലീറ്റ് കാര്യങ്ങളടക്കമുള്ള ഏകദേശം ആ റേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ലേബർ ചാർജ് പറയാനുണ്ടെങ്കിൽ ഏകദേശം ഒരു 75-80 ഉള്ളിൽ ലേബർ ചാർജ് വന്നിട്ടുണ്ട്. 4 വർഷം 5 വർഷമായിട്ട് റെന്റിനാ താമസം. അപ്പോൾ നമ്മളെടുത്ത് ടേബിളും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ഉണ്ടായിരുന്നു ഓൾറെഡി അവിടെ. അപ്പോൾ നമ്മൾ ഇത് വുഡിന്റെ കളർ ചെയ്യുന്ന ടേബിള്. അപ്പോൾ നമ്മളത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് ഇവിടെ പെയിന്റ് ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്ത് ഇത് വൈറ്റ് ആക്കിച്ച്. അതുപോലെ തന്നെ ഗ്ലാസ് ഇതും പഴയ ഗ്ലാസ് ആണ്. ഇത് നമ്മൾ 2400 രൂപ കൊടുത്തിട്ട് ഒരു നാനോ വൈറ്റ് പെയിന്റ് അറ്റാച്ച് ചെയ്തതാണ്. എങ്ങനെ അത് മനസ്സിലായില്ല? അത് ഇതിന്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. പെയിന്റ് ചെയ്തിട്ട് വൈറ്റ് ആക്കിയതാണ്. കാരണം പുതിയൊരു ഗ്ലാസ് ഈ ഒരു കളറിൽ എടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് ഒരു 6 സംതിങ് വരും, 6-7 രൂപ വരും. ഇത് 2400 നമ്മളെ അടുത്തുള്ള ഗ്ലാസ് തന്നെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്താണ്. സ്പ്രേ പെയിന്റ് പോലെ ചെയ്ത്. അപ്പൊ ഇത് നമുക്ക് മയങ്ങിയ ഒരു കളർ അല്ലേ? വേറൊരു രസമുണ്ട്. സ്റ്റെയറിലേക്ക് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് റെയിൽ നമുക്ക് ചെയ്യണ മുന്നേ നമ്മൾ കൊട്ടേഷൻ എടുത്ത സമയത്ത് ഒരു ലേബർ എടുത്ത് ചോദിച്ചപ്പോൾ അവര് ലേബർ ചാർജ് മാത്രം 12,000 രൂപ വന്നു പറഞ്ഞു. ഈ ഒരു ഹാൻഡ് റെയിൽ പോകുന്നതിന് ചെയ്യാൻ ലേബർ ചാർജ് മെറ്റീരിയൽ ഇല്ലാതെ. പക്ഷെ ഇതിന്റെ സ്റ്റെയറിന്റെ സ്ട്രക്ചർ വർക്ക് ചെയ്ത ടീംസിനെ കൊണ്ട് കാണിച്ചെടുത്തപ്പോൾ അവര് നമുക്ക് ഈ ഹാൻഡ് റെയിൽ മാത്രം ലേബർ വിത്ത് മെറ്റീരിയൽ 10 രൂപ വന്നു. 10 രൂപയ്ക്ക്. അതായത് ഈ പറയുന്നത് സെൻട്രലിൽ കൂടെ പോയിരിക്കുന്ന സ്ട്രക്ചറൽ എലമെന്റ് ചെയ്തേക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിന് നമുക്ക് ആ സ്ട്രക്ചർ വർക്കിന് നമുക്ക് ഏകദേശം 55,000 രൂപ വന്നു. പിന്നെ നമ്മൾ ബഡ്ജറ്റ് എവിടെ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് മഹാഗണിയാണ്. മഹാഗണിയിൽ ഇത് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് 2 ഇഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് 2 ഇഞ്ചിന്റെ മരമല്ല, നമ്മൾ 1 ഇഞ്ച് മരത്തിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ബോർഡർ കൊടുത്താണ്. മേൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത് ആ ഒരു ബോർഡറിന്റെ തിക്കാണ് നമുക്ക് ഇവിടെ 2 ഇഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ മരം ഞാൻ ചെയ്തിട്ടുള്ളത് 14,500 നമുക്ക് ഫിറ്റിംഗ് അടക്കം ആശേരി ചെയ്ത് തന്നിട്ടുള്ളത്. മൊത്തം 18 സ്റ്റെപ്പ് ഉണ്ട് ടോട്ടല്. നല്ല ഇതായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് 2 ഇഞ്ച് കനം വേണം, കാരണം ഇതിന്റെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. നമ്മളൊരു 1 ഇഞ്ച് പോരാ എന്നുള്ളത്. പക്ഷെ ഇതിൽ ആ ക്രോ സൗണ്ട് ഒന്നും ഇല്ല. ഒരു കറക്റ്റ് ആയിട്ട് ഇതിന്റെ പ്ലേറ്റ് ഏകദേശം 10 mm തിക്നെസ് വരുന്നുണ്ട്. പിന്നെ സാധാരണ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ചില വീട്ടിലൊക്കെ ഇതിന്റെ പ്ലേറ്റ് കാണൂല. ഈ വുഡിന്റെ കളർ തന്നെ ഈക്വൽ ചെയ്ത് പോയിട്ടുണ്ട്. അത് പലരും പല രീതിയിൽ ചെയ്യും. പൈപ്പിൽ ചെയ്തതല്ല സ്ട്രക്ചർ. അതിന്റെ സ്ട്രക്ചർ മാത്രം 55 പ്ലേറ്റും അതിന്റെ ലെഗും കൂടി 55. ഇതിന് 10 65 പ്ലസ് ഇത് 15 70 80 രൂപ നമുക്ക് ഇതിന്റെ ടോട്ടൽ. പിന്നെ പെയിന്റിങ്ങിന്റെ എക്സ്ട്രാ എമൗണ്ട് വന്നിട്ടുണ്ട്. ലാൻഡിങ് നമ്മൾ ഇരുമ്പിലല്ല ചെയ്തിട്ടുള്ളത്, സ്ലാബാണ്, കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് അവിടെ ഒരു ബാത്റൂം ആ റൂമും അറ്റാച്ച്ഡ് വേണം കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. മുകളിലോട്ട് നമ്മൾ കാണിക്കുന്നില്ല, കാരണം സ്റ്റെയർ കയറി ചെല്ലുന്നത് ടെറസിലോട്ടല്ലേ.
ഇപ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ റൂമൊക്കെ ആഡ് ചെയ്യാൻ ഇപ്പം എന്തായാലും ക്യാഷിൻ്റെ ഒരു ഷോർട്ടേജിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇടുന്നത് നമുക്കും കാണുന്നവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവരൊരു വൈറ്റ് തീമിൽ ചെയ്തു, നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളൊന്ന് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലേ എന്തായാലും കുറെ ആയിട്ടുള്ളൊരു സ്വപ്നമല്ലേ, അപ്പോൾ അതിങ്ങനെ അതിനെ തന്നെ ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, നമ്മുടെ ഈ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ എല്ലാം ഉൾപ്പെടുന്ന മൊത്തം ഏരിയയുടെ സീലിംഗ് എല്ലാം തന്നെ വൈറ്റ് കളർ കോപ്പ് ലൈറ്റ് തന്നെ, അതും അറേഞ്ച് ചെയ്താണോ അതോ പെയിന്റ് ചെയ്ത് വെച്ചേക്കണോ? അത് സിലിണ്ടർ ലൈറ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. 500 സംതിങ് 400 പെർ പീസ് റേറ്റ് വന്നത്. നമ്മളിവിടെ ഏകദേശം 13 സിലിണ്ടർ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. 13 പോയിന്റ് ഓൾറെഡി ഇട്ടിരുന്നു. പക്ഷെ നമ്മൾ അവിടെയും ബഡ്ജറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാർപ്പിൽ തന്നെ എന്ത് ചെയ്ത് കൺസീൽഡ് ആയിട്ട് കണക്ഷൻ കൊടുത്ത് പോയിന്റുകൾ കൊടുത്തിട്ടിട്ട് അതിലേക്ക് നമ്മൾ അല്ല, ഇപ്പം ബഡ്ജറ്റ് ചിന്തിക്കാത്ത ആൾക്കാരായാലും ഇപ്പം കഴിവതും ഫോൾ സീലിംഗ് ഒഴിവാക്കുന്നുണ്ട്. നമുക്ക് മൊത്തം വീട്ടിലേക്ക് മൊത്തത്തിലെടുത്ത ലൈറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നത് 35,000 രൂപയുടെ ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് വന്നിട്ടുള്ള ഈ ഹാങ്ങിങ് ലൈറ്റ് ആണ്. ഈ ഡൈനിങ്ങിനുള്ള ഇതും നമ്മൾ സിൽവാന്റെ പ്രോഡക്റ്റ് എടുത്തിട്ടുള്ളത് ഏകദേശം 9,950 രൂപ ഈ ലൈറ്റിന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ബാക്കി ലൈറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്താണ്. പക്ഷെ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ലൈറ്റിനും ചിലപ്പോൾ ഗ്യാരണ്ടി വാറണ്ടി കിട്ടിക്കൊള്ളുന്നില്ല, പ്രത്യേകിച്ച് ഫാൻസി ലൈറ്റിന് കിട്ടില്ല. അപ്പൊ ഇതിപ്പോ സിൽവാൻ ആയതുകൊണ്ട് അവരൊരു 6 മാസത്തെ വാറണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ വേണ്ടിട്ടാണോ സഗീർ? അതെ, ഇത് നമ്മൾ ഇതുവരെ കല്ല് വെച്ച് പെടുത്തതാണ്. ഇവിടുന്ന് മൾട്ടിവുഡിൽ ഒരു ബോക്സ് സെറ്റ് ചെയ്താണ്. ഓക്കെ, ഒരു ഗ്രീൻ സ്പേസ് വൈറ്റിനകത്ത് ഗ്രീൻ ഒക്കെ വന്നപ്പം ഇത് എനിക്ക് വലിയൊരു യോജിപ്പില്ലാത്ത അത് മാത്രമേ ഉള്ളൂ. അത് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അങ്ങനെ അവിടെ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്ന മറ്റൊരു ആന്റി ആയിട്ടുള്ള സാധനം പ്ലാൻ ചെയ്തിരുന്നു, വൈറ്റ് തന്നെ ഇത് ഈ ഭിത്തിയിൽ വെക്കാൻ വേണ്ടി. അപ്പൊ അത് നമുക്ക് സാധനം കിട്ടിയില്ല ആ സമയത്ത്. അത് പയ്യൻ ഒപ്പിച്ചാൽ മതി. നമ്മൾ വാഷ് ഏരിയയിലോട്ട് വരുന്നത് ഒരു മാറി തന്നെയാണ് വാഷ് ഏരിയ ഉള്ളത്. എന്താ പറയുക, 1 ടച്ച് ലൈറ്റ് വരുന്ന മിററിന് ഇത്രയും ഭംഗി തോന്നിക്കുന്ന ഇവിടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവർ ഈ ഒരു ഗ്രൂപ്പ് പാറ്റേൺ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഇങ്ങനെ ഒരു ദൈവിക രീതിയിൽ ചെയ്ത ടീംസിനെ കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തു, ക്യാബിനറ്റ് ഇടിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു പാനലും സെറ്റ് ചെയ്യിപ്പിച്ചു. ഇലക്ട്രീഷ്യനെ കൊണ്ട് നമ്മൾ തന്നെ പുറത്തുനിന്ന് ഇതെനിക്ക് തോന്നുന്നു 2,200 ഈ ലൈറ്റിന് വന്നിട്ടുള്ളത്. 3-in-1 ആണ്. ഇത് നമ്മൾ മാറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 4 സംതിങ് എന്തോ വന്നു. ശരി, ഇതും നാനോ തന്നെയാണ് അല്ലേ? കിച്ചണിലൊക്കെ നാനോ തന്നെയാണ്. ഓക്കെ, നമുക്കപ്പോൾ ബെഡ്റൂമിലോട്ട് കയറാം. 2,900 അങ്ങനെ എന്തോ എമൗണ്ട് വന്നു ഒരു ഡോറിന്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് കയറിയിരിക്കുന്നു. അത്യാവശ്യം സൈസ് ഉണ്ട്, നല്ല വെട്ടം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഒരു ഇടുക്കം തോന്നുന്നില്ല. പിന്നെ സൈഡ് ടേബിൾ, 2 കുഞ്ഞ് സൈഡ് ടേബിൾ ഇടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമ്മളത് സെറ്റ് ചെയ്തില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്ന കട്ടിൽ തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ്. അതുപോലെ തന്നെ അലമാറകളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇതും ഒരു സജഷൻ ആണ്. ഇതും വേണമെങ്കിൽ പിന്നീട് വെള്ള പീവ് തന്നെ അടിച്ചോ കേട്ടോ. ഒരു ബ്രിക്ക് ഇത് വെള്ളയിൽ ഇമാജിൻ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. പ്ലാനിങ്ങിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പത്തെ ഒരു കണ്ടീഷൻ കുഴപ്പമില്ല, അത് പയ്യെ ചെയ്താൽ മതി. റൂം സൈസ് പറയാന്നുണ്ടെങ്കിൽ 310-350 റൂം സൈസ്. മാസ്റ്റർ ബെഡ്റൂം ഇച്ചിരി കൂടി വലുപ്പമുണ്ട്, ഇത് കുറച്ച് ചെറുതാണ്. ശരി, എന്നാലും അറ്റാച്ച്ഡ് ആണ് അല്ലേ? അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഈ ഒരു ഏരിയ ഫ്യൂച്ചറിൽ വാർഡ്രോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇവിടെ കണക്ഷൻ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മിററിലേക്കുള്ള കണക്ഷൻ വരെ കൊടുത്തിട്ടുണ്ട്. ശരി, ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് അല്ലേ? ഫുൾ സൈസ് ഒരു മിറർ. നമ്മൾ മാക്സിമം രണ്ടാമതൊരു പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം വീട് പണി തുടങ്ങിയ ശേഷം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് റീവർക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ റോമൻ ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, സെയിം കളർ തന്നെ. ബാത്റൂം വന്നിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഉള്ളതാണ് അല്ലേ? ഓക്കെ, അതൊരു ഗ്രേ കളറിലെ ഇത് കൊടുത്തേക്കുന്നു. നമ്മൾ ബാത്റൂം അങ്ങനെ കാണിക്കുന്നില്ല, എടുത്ത് ഒരു ഗ്ലോസി ഫിനിഷ് ഗ്രേ കളറിലെ വാൾ ടൈൽ പോയേക്കുന്നു. 120/60 മാറ്റ് ഫിനിഷ് ടൈൽ പോയേക്കുന്നു. വാളില് ഗ്ലോസിയും ഫ്ലോറിൽ മാറ്റും. കിച്ചൺ കാണാൻ കൊതിയാവുന്നുണ്ട്. കിച്ചണിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡോറ് നമ്മളെ വൈഫിന്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഒരു ഡയമണ്ട് കട്ടിലെ ഡിസൈൻ വേണമെന്നുള്ളത്. അപ്പോൾ നമ്മളത് റെഡിമെയ്ഡ് എന്ത് ചെയ്ത് നമ്മൾ തന്നെ ഓർഡർ കൊടുത്തു, കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ചാണ്. അതെ അതെ, ഇവിടെ അടുത്തുനിന്നുള്ള ഷോപ്പുകളിൽ തന്നെ ഗ്ലാസ് ഒക്കെ കൊടുത്തില്ലേ? ഗ്ലാസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്താണ്. അടിപൊളി കേട്ടോ, പറയാനില്ല. നമ്മൾ ഇതിന്റെ ഒരു സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിൽ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റോർ റൂം നമ്മൾ വരച്ചേൽ സ്റ്റോർ റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ റൂം ഒഴിവാക്കിയിട്ട് അവിടെ പ്ലെയിൻ ആയിട്ട് കൊടുത്തു. നമ്മൾ അവിടെ ഒരു കബോർഡ് വർക്ക് വരാനുണ്ട്, അതിപ്പോൾ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കിച്ചണ് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ, വൈറ്റ് ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റേറ്റ് അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ശാഗ്രത്തിന്റെ പുറത്ത് നമ്മൾ മാക്സിമം ഇവിടെയും കോസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നോർമൽ
നാനോ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഏകദേശം സ്ക്വയർ ഫീറ്റ് 200 രൂപ വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് എൻഡ് എനിക്ക് തോന്നുന്നത് സ്ക്വയർ ഫീറ്റ് 500-600 രൂപ വരുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ആ ഒരു മേൽനോട്ടം കറക്റ്റ് ആയിട്ട് ഉള്ളത് കൊണ്ടായിരിക്കും സാധാരണ കാണുന്ന അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഒരു ഫിനിഷിംഗ് അല്ല, നല്ലൊരു ഫിനിഷിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കിച്ചണിലൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിംഗ് ആണ്. പിന്നെ ഈ ഒരു അപ്പർ ക്യാബിനറ്റ് നമ്മൾ ഇതിന്റെ ഐഡിയയിലാണ് സെറ്റ് ചെയ്തത്, കുറച്ചും കൂടി മേളിൽ നിന്ന് സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ വൈഫിനെ കൊണ്ടു നോക്കിയപ്പോൾ വൈഫിന് എത്തണമല്ലോ, അത് ശരിയാട്ടോ. മിക്കയിടത്തും ഒത്തിരി കബോർഡ്സ് നമുക്ക് കാണാം, പക്ഷെ യൂസ് ചെയ്യുന്ന ആൾക്ക് കൈകൊണ്ട് എത്തി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കത്തുമില്ല. ഇവിടെ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനും കിച്ചണിലേക്ക് ഡയറക്റ്റ് അവിടെ നിന്നുള്ള ഒരു വ്യൂ ഉള്ളത് കാരണം നമ്മൾ വാഷ് ബേസ് സിങ്കിൻ്റെത് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഇരുന്ന ആദ്യത്തെ പ്ലാന് അപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചാണ്. ആ ഭിത്തിയുടെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചതാണ്, ഒരു മറവ് പോലെ പാത്രം കഴുകുന്നത് അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ അങ്ങോട്ട് വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടി സൈഡിലായിട്ട് തന്നെ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മള് പാത്രങ്ങൾ കേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പർ ക്യാബിനറ്റ് നമ്മളൊരു നല്ലൊരു യൂട്ടിലിറ്റി ആണ് അത്. തന്നെ നമുക്ക് വെള്ളമൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ട്രേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇതൊരു ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാനുള്ളത്. നമ്മളിതുവരെ യൂസ് ചെയ്തില്ല, ഇതിൽ ഭക്ഷണം കഴിച്ചില്ല. ഇതിലിപ്പോ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാണ്. ഇപ്പോൾ രാവിലെ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പാത്രങ്ങൾ ഇതിലായിരിക്കുക. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് മെയിനായിട്ട് ഇത് കുട്ടികൾക്ക് സ്കൂൾ പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണിത്. നമ്മൾ ചെയ്തതിൽ കുറച്ച് വലുപ്പമുള്ളൊരു ബെഡ്റൂമാണിത്. ഇതും കംപ്ലീറ്റ് നമ്മൾ വൈറ്റ് തന്നെ ആക്കിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മോൾ അവിടെയാണ് കിടക്കുക കേട്ടോ, മോള് കിടക്കല്. പിന്നെ ബേവിന്റെ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാനുള്ള ഒരു സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6 അടി കണ്ടില്ലെങ്കിലും നമുക്ക് വിൻഡോ ഒക്കെ തുറന്നിട്ട് ധൈര്യമായിട്ട് കിടക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീടിന് ബാത്റൂം കോമൺ ബാത്റൂം ഇല്ല. അപ്പൊ അതൊരു നെഗറ്റീവ് ഒരുപാട് ആളുകൾ പറഞ്ഞു, കോമൺ ബാത്റൂം നിർബന്ധമായിട്ട് വേണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തൊരു ബാത്റൂം പുറത്തേക്ക് വേറെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അറ്റാച്ച് ചെയ്തുള്ളൊരു ബാത്റൂമും നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ബാത്റൂം അത്യാവശ്യം വലുപ്പമുണ്ട്. ആ ബാത്റൂമിലും അപ്പുറത്തെ ബാത്റൂമും നല്ല വലുപ്പമുണ്ട്, ഇതും നല്ല വലുപ്പം. സെയിം പാറ്റേൺ ഗ്രേ തന്നെ ചെയ്തിട്ടുണ്ട്. സെയിം അപ്പുറത്തെ തന്നെ ചെയ്തിട്ടില്ല. കിച്ചണിലെ ക്യാബിനറ്റ്സും വാഷ് ബേസിന്റെ അടി അല്ലേ, സ്ലൈഡിംഗ് ഡോർ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര ആയിരുന്നു? 1.14 വന്നിട്ടുണ്ട് അലൂമിനിയം അല്ലേ, സ്ലൈഡിംഗ് ഡോർ അടക്കം. ലേബറും മെറ്റീരിയൽസും ടോട്ടൽ മുഴുവനും കൂടെ. ഓക്കെ. പെയിന്റിങ്ങിനോ? തുടക്കം മുതൽ എൻ്റെ വരെയുള്ള പെയിന്റിങ് എക്സ്പെൻസ് ഏകദേശം 1.80 ആയി. നമ്മൾ ഏഷ്യൻ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. നമുക്ക് വീട് മൊത്തം കൂടെ വരുവാണെങ്കിൽ എന്ത് ആയി കാണും, എത്ര ആയി കാണും വീട് ടോട്ടല് വരുവാണെന്നുണ്ടെങ്കിൽ? ടോട്ടല് നമുക്ക് ഏകദേശം വന്നിട്ടുള്ളത് 27 ലക്ഷം രൂപ വന്നിട്ടുണ്ട് ടോട്ടല്. അതായത് സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം 27 ലക്ഷം രൂപ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ 27 ലക്ഷത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല, ഓരോരോ ഭൂമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മളെ ഭൂമി ചെറുതായിട്ടൊരു നനവുള്ള പ്രദേശമായതുകൊണ്ട് നമ്മൾ കരിങ്കല്ലിലാണ് ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫൗണ്ടേഷൻ മാത്രം നമുക്ക് ഏകദേശം 1.65 വന്നിട്ടുണ്ട്. കരിങ്കല്ലും അവരുടെ ലേബർ ചാർജ് മാത്രം ഫൗണ്ടേഷന്. അപ്പോൾ അതൊരു വലിയൊരു സംഖ്യയായിട്ട് മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ഭൂമി, നല്ല ഉറപ്പുള്ള ഭൂമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് ചെങ്കല്ലിൽ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു നനവുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ പ്രൂഫും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. നമ്മളിപ്പോൾ അതേമാതിരി മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു, വെറുതെ ക്യാഷ് കളഞ്ഞു പൊട്ടനാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് ഇനി ഭാവിയിൽ നോക്കേണ്ടി വരും. നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ ടോട്ടൽ നമ്മൾ ഏകദേശം പിന്നെ ഒരു 65-75 രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് അതിന് വന്നിട്ടുണ്ട്. 2 പേര് കല്ലിന് വാട്ടർ പ്രൂഫ് ചെയ്തു. അതിന് പുറമെ നമ്മൾ പടവ് സ്ട്രക്ചർ ആയതിനു ശേഷം പടവില് ഒരു 3 പേർക്ക് പുറത്തും ഉള്ളിലും ചെയ്ത ബാത്റൂം കംപ്ലീറ്റ് ടോട്ടൽ വാട്ടർ പ്രൂഫ്. നമ്മുടെ റൂഫും സൺസൈഡിന്റെ മുകളിലേക്കുള്ള ലിൻഡലിന്റെ മുകളിലേക്കുള്ള 2 വരി കല്ലും ചെയ്തു. അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ റൂഫ് ചെയ്തിട്ടില്ല. അത് നമ്മൾ വാർപ്പിൽ കെമിക്കൽ മിക്സ് ചെയ്തിട്ടാണ് വാർപ്പ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി. നമ്മൾ തന്നെ ഇപ്പോൾ വീഡിയോ യൂട്യൂബിൽ കാണുമ്പോൾ 27 ലക്ഷത്തിന്റെ ഇതിലും നല്ല വീഡിയോ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരാറുണ്ട്. അതിന്റെ വേരിയേഷന് ശരിക്കും ലാൻഡാണ്. ലാൻഡ് നമുക്ക് വണ്ടി വരാനുള്ള സൗകര്യം, വെള്ളം, ഇതൊക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പ്രൈസിൽ നല്ല മാറ്റങ്ങൾ വരും. ഓക്കെ. അപ്പം നല്ല തൂവെള്ള നിറത്തിൽ ചെയ്തേക്കുന്ന ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഡയറക്റ്റ് നല്ല വൃത്തിക്ക് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. മെറ്റീരിയൽസിനെ പറ്റിയിട്ടായാലും അതിൻ്റെ വില വിവരങ്ങളൊക്കെ ആയാലും
ആൾക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ പിന്നെ എന്താ യൂട്യൂബ് ചാനലിന്റെ പേര്? സ്വപ്ന സഞ്ചാരി 3.0 എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. നമ്മൾ ചാനലിൽ ഈ വീടിന്റെ A to Z കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വീടിനെ പറ്റി തന്നെയാണോ ചാനൽ? മുമ്പ് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് പല വീഡിയോസ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഒരു 1 year ആയിട്ട് വീടിന്റെ മാത്രമാണ് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിന്റെ എല്ലാ വർക്കും ഓരോ സെക്ഷനിലും എത്ര രൂപയായി, എങ്ങനെ ചെയ്തിട്ടുള്ളത്, ഏത് മെറ്റീരിയൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ. ആളുടെ ചാനൽ, നമ്മുടെ ചാനൽ കണ്ടിട്ട് ആളുടെ ചാനലും കൂടെ പോയി നോക്കണം. അല്ല, നമുക്ക് ഇതിലിപ്പോൾ നിങ്ങളെ ചാനൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതെ, ആളുടെ ചാനലിനകത്ത് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു.